പെരുമ്പാവൂരിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു വലിയ ആവശ്യമുണ്ട്. അവിടെ പെരുമ്പാവൂരിൽ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിയെ നീക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. പള്ളിയുടെ പ്രശ്നം അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വലിയ ഒരു പരമ്പരാരോപണമായിരുന്നില്ല അദ്ദേഹത്തിനെ കുറിച്ചുള്ള. പക്ഷേ ആ ആരോപണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്നതാണ് ആവശ്യം. പക്ഷേ ഈ ആവശ്യമൊന്നും പരിഗണിക്കാതെ തന്നെ അവിടെ താൻ മത്സരിക്കുമെന്നുള്ള സൂചന നൽകി പ്രചാരണവുമായി കുന്നപ്പിള്ളി മുന്നോട്ട് പോകുന്നത് കൂടെ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇനി മറുവശത്തേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റേതാണ്, അത് തിരിച്ചെടുക്കണം CPM എന്നൊരാവശ്യം LDF-ൽ CPM ഉയർത്തുകയും ചെയ്യുന്നു. സിറ്റിംഗ് MLA എന്ന നിലയിൽ പെരുമ്പാവൂരിൽ ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽദോസ് കുന്നപ്പിള്ളി. മണ്ഡലത്തിൽ നടത്തിയ ഗ്രാമയാത്രയ്ക്ക് പിന്നാലെ ജനമനയാത്ര എന്ന പേരിൽ ബൂത്ത് തല സംഗമവും എൽദോസ് ആരംഭിച്ചു. ഇതിനിടെയാണ് കുന്നപ്പിള്ളിയെ മാറ്റണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്. കുന്നപ്പിള്ളിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് എന്നിവരുടെ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. ജനപിന്തുണയുണ്ടെന്നും പാർട്ടി അനുവദിച്ചാൽ മൂന്നാം അംഗത്തിന് തയ്യാറെന്നുമാണ് കുന്നപ്പള്ളിയുടെ പക്ഷം. എൻ്റെ ഒരു ഹൃദയ ഭൂമിയാണ് പെരുമ്പാവൂർ. അത് കോൺഗ്രസ് പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ല, എനിക്ക് സീറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കും. പെരുമ്പാവൂരിൽ മത്സരിക്കണമെന്നും പെരുമ്പാവൂരിൽ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. കേരള കോൺഗ്രസ് എം LDF-ലെത്തിയപ്പോൾ വിട്ടു നൽകിയ പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന വികാരം CPM-ൽ ശക്തമാണ്. സീറ്റ് ഏറ്റെടുത്താൽ സാമുദായിക പരിഗണന കൂടി നോക്കി മുൻ MLA സാജു പോളിന് അവസരം ലഭിച്ചേക്കും. പുതുമുഖങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചേക്കും. സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ബാബു ജോസഫ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും. യാക്കോബായ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം സാമുദായിക നിലപാടുകൾ കൂടി കണക്കിലെടുത്താകും ആരും മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മുന്നണികൾക്കുള്ളിലെ ഉൾപാർട്ടി പോരുകളും നിർണായകമാകും. കൊച്ചിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.